ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ മറന്ന് കാണില്ലല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് 30 ദിവസം കഴിഞ്ഞൊരു പോക്ക് പോയതാണ്, പിന്നെ ഇന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ചോദ്യം എനിക്കറിയാം, വെയിറ്റ് ലോസ് ഇനി ഇല്ലേന്നല്ലേ. അപ്പോൾ ഞാൻ തുടങ്ങുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതായത് അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നല്ല മഴയുള്ള നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല കുക്ക് ചെയ്യാനൊക്കെ നല്ല മൂഡായിട്ടിരുന്നേ. അങ്ങനെ ഇന്ന് രാവിലെ നമ്മളിത് ബൂരിയാണ് കേട്ടോ ചെയ്യണത്. ബൂരി എനിക്കല്ല, നാരോനാണ്. ബൂരിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇന്നത്തെ ഒരു കോമ്പിനേഷൻ. ഞാൻ ചപ്പാത്തിയാണ് ചെയ്തത്. അതായത് ഒരു 30 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ അങ്ങോട്ട് ഡയറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തൊട്ട് ചെറിയ രീതിയിലൊന്ന് ഡയറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടോ. വീണ്ടും ഒരു സ്റ്റാർട്ടിങ്, അതായത് അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് തുടങ്ങി വെക്കാമെന്ന് കരുതി. അതായത് എക്സസൈസ് ഇല്ല, ഡയറ്റ് മാത്രം കേട്ടോ. അപ്പം ഞാൻ എടുത്തത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് എടുത്തത്. അപ്പോൾ നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. ഞാൻ എപ്പോഴും നിങ്ങളോട് ചൂടാന്നല്ലേ പറയണേ. ഇപ്പം നല്ല അന്തരീക്ഷമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ മീൻ കിട്ടി. മീൻ ഇന്ന് കിട്ടിയത്, ഈ മീനിൻ്റെ പേര് വേള മീനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അത് മീൻ കറി വെക്കാമെന്ന് കരുതി കേട്ടോ. ഇതാണ് തല. മീനിൻ്റെ പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നാര് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് കല്ലുമ്മക്കായ കിട്ടി. കല്ലുമ്മക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാരോട് അത്ര വലിയ താല്പര്യമില്ലാതെ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കരിമീനുണ്ട്. കരിമീൻ നമുക്ക് ഇപ്പം എടുക്കണ്ട, രാത്രി ഒരു സ്പെഷ്യൽ സംഭവം ചെയ്യാം. ഇപ്പം എന്തായാലും വേള മീനെടുത്ത് കറിയും വെച്ചു. നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റും ചെയ്തു. പിന്നെ ഇത് അയത്തിച്ചീര എന്നാണ് കേട്ടോ ഇവിടെ പറയണേ. അത് അഗസ്തിച്ചീര എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അത് തോരനും വെച്ചു. അപ്പോൾ ഇന്ന് നാരുവിൻ്റെ ചോറായിരിക്കണം. ഞാൻ ഈ ഡയറ്റ് വിട്ടെങ്കിലും ഇതുവരെ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് ദോശ, ചപ്പാത്തി ഇതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് പോണേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എനിക്കെടുത്തേക്കുന്നത് 2 ദോശയും പിന്നെ നമ്മുടെ ആ അയത്തിച്ചീര ഉണ്ടല്ലോ അത് തോരൻ വെച്ചതും ഈ വേള മീൻ കറി വെച്ചതുമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീൻ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഈ മീൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റാണ്. ഈ വേള മീൻ എന്ന് പറയുന്ന സംഭവമില്ലേ, നമ്മുടെ ഏതാണ് ചാളയുടെ വലുത് കണക്കിരിക്കും. മുന്നേ ഞാൻ ഒരിക്കൽ ഇത് വാങ്ങി ഫ്രൈ ചെയ്തിട്ടുണ്ട്, ചാളയുടെ വലുതാണെന്ന് കരുതിയിട്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കറി വെക്കുന്നത്. പക്ഷേ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നാരൂന്ന് ചോറ് എടുത്തിട്ടുണ്ട്. ചോറും മീൻ കറിയും നമ്മുടെ സെയിം ആ ഒരു കല്ലുമ്മക്കായ റോസ്റ്റും പിന്നെ ചീരത്തോരനുമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, 3 മണി കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ വരുള്ളൂ. കാരണം ഒരു 10-10:30 തൊട്ട് 3 മണി വരെ ആളിത്തിരി തിരക്കിലായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 3 മണി കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് വന്നിരുന്ന ഒരു 4 മണി വരെ ടൈം കാണും. അതിൻ്റെ ഇടയ്ക്കാണ് ചോറ് കഴിക്കണേ. ഹായ് ഗൈസ്, അതിവിദഗ്ധമായി ഉണ്ടാക്കുകയാണ് സമൂസ ഉണ്ടാക്കും കേട്ടോ. എൻ്റെ ആദ്യത്തെ ഒരു 2-3 എണ്ണം ഫ്ലോപ്പായി പോയി. പിന്നെ ഞാൻ 2 എണ്ണം ശരിയായിട്ട് ഒരു ഫ്ലോപ്പും അല്ലാതെ ഞാൻ ഉണ്ടാക്കി. അയ്യേ, ഇത് ഇങ്ങനെ വരരുത്. ഇത് ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കണം. അത് കഴിഞ്ഞാണ് വലിച്ചിട്ട് ഷാർപ്പാക്കിയപ്പോൾ ചെറുപ്പായി. ഇത് നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ആട്ടോ. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ചിക്കനാട്ടാ, ചിക്കനും കോണൊക്കെ ചേർത്തതാ. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യലാണ് നാരൂന്. ഞാനിത് നാളെ കഴിക്കൂ. കരിമീൻ പൊള്ളിച്ചത് ചെയ്യാനാട്ടോ. അപ്പം ഇത് അതിൻ്റെ അരപ്പ് ഇരുന്ന് കേട്ടോ. ഇതൊക്കെ അതിൽ യൂസ് ചെയ്യണം. അപ്പം ഇന്ന് രാത്രി അതാ. പിന്നെ അതെ സമൂസയാണ് ആദ്യത്തെ 1-2 എണ്ണം ഫ്ലോപ്പായി പോയി ചെയ്തത്. ബാക്കി ഇതാ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചായ ഇല്ലേ? ചായ ഇടട്ടെ, കട്ട് ചെയ്തില്ല വീഡിയോ. അങ്ങനെ തിളച്ച് മറിയുകയാണ് നമ്മുടെ സമൂസ. 3 എണ്ണം കിടക്കട്ടല്ലേ, ആദ്യം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയില്ല. ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാവുമ്പോൾ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ നാരൂന് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ട് സമൂസ ഉണ്ട്. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ചായ ഇട്ട് കൊടുക്കാൻ പോകും. സമൂസ അല്ല സ്പെഷ്യൽ, ചായ സ്പെഷ്യൽ. അപ്പൊ അത് നമുക്ക് ഇടാവേ. അങ്ങനെ എണ്ണയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂസ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തിളച്ച് മറിയുന്നു സമൂസ.
ഞാൻ അവിടെ പോകുന്നു പറഞ്ഞത് നാരൂനല്ല കേട്ടോ, ഞങ്ങളുടെ പട്ടിക്കുട്ടികളെ കേട്ടോ. എല്ലാം കൂടെ വന്ന് ഇതിൻ്റെ താഴെ കിടക്കും. ഞാൻ ഈ കോരി എടുക്കുന്ന സമയത്തുള്ള എണ്ണ തെറിച്ച് അവരുടെ ദേഹത്ത് വീണ പിന്നെ അവർക്ക് ഒരു പണിയാണ്, നമുക്കതൊരു സങ്കടമാണ് കേട്ടോ. അതുകൊണ്ട് അവരുടെ അടുത്താണ് കേട്ടോ പോന്ന് പറയുന്നത് ഈ താഴെ നോക്കിയിട്ട്. അപ്പം ഞാൻ ദേ ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സമൂസയും റെഡിയാണ്, ചായയും റെഡിയാണ്. ഞാൻ ഇത് കഴിക്കുന്നില്ല കേട്ടോ. നാരൂൻ്റെ അടുത്ത് നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാവേ. അപ്പം ഞാൻ ഇവിടെ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നാല് കഴിക്കാൻ പോവാ. ചെറുതായിട്ടത് ചൂടാന്ന് അങ്ങനെ വരത്തില്ല ചീസ്. ഇത് മോസറല്ല ചീസ് അല്ല. ഇതില് ഈ നാല് കാണിച്ചിറങ്ങിയ ചീസ് മൊസറില്ല ചീസൊന്നും അല്ല ഇട്ടേക്കുന്നത്. മൊസറില്ല ചീസൊക്കെയാണ് ഇങ്ങനെ വലിഞ്ഞൊക്കെ വരുന്നത്. ഇതിൽ അതൊന്നും ഇട്ടിട്ടില്ല. ഇതിൽ നമ്മുടെ സ്വീറ്റ് കോണ്, പിന്നെ വൈറ്റ് സോസ് അരച്ച് ചേർത്തേക്കുക അതൊക്കെ. പിന്നെ ചീസുണ്ട്. ചീസ് ഒരു 2 സ്ലൈസ് പേരിനെ ഇട്ടിട്ടുള്ളൂ. അത് ഇതെടുത്ത് കഴിയാതെ, ഇതിന് ചൂട് കുറവാണ്. പിന്നെ ഇതിൻ്റെ കണ്ടോ ഇങ്ങനെ, അതുകൊണ്ട് അകത്തിരിക്കുന്ന ഒന്നും നമുക്ക് അധികം അങ്ങനെ അറിയാൻ പറ്റൂല. തിന്നുന്നവർക്ക് അതൊന്നും അറിയണ്ട, അങ്ങ് തിന്നാ മതി. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതും പൊടിച്ച് ചേർത്തേക്കുക. അപ്പം എല്ലാം ഇങ്ങനെ ഒരു അരപ്പ് പോലെ പൊടിച്ച് ചേർത്തേക്കുക. അതുകൊണ്ട് എല്ലാം മിക്സ് ആയിട്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സ്പെഷ്യൽ രീതി ചെയ്തേ. കൊള്ളാവോ? സംഭവം കൊള്ളാവോ? കാരണം ഇവിടെ നോർമൽ സമൂസ നമ്മുടെ ആ കിഴങ്ങും ഉള്ളിയൊക്കെ വെച്ചുണ്ടാക്കുന്ന സമൂസ ഉണ്ടല്ലോ, ഇതൊന്നും ഇവിടെ തിന്നൂല. ഇവിടെ ആരും അതൊന്നും കഴിക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ടൈപ്പൊക്കെ ആണെങ്കിലേ ഇവിടെ ഇറങ്ങത്തുള്ളൂ. അതാ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നത്. നല്ല മഴ, തണുപ്പ്, ചൂട് സമൂസ, ചൂട് ചായ. ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഉള്ള സാധനമൊക്കെ നിർത്തി ഇന്നലെ തൊട്ട്. ഇപ്പൊ നമ്മൾ ഡയറ്റ് കഴിച്ചിട്ട് പിന്നെ ഭയങ്കര നീളമായിട്ട് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും ഡയറ്റ് തുടങ്ങും. അപ്പം വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് ഇടാം കേട്ടോ. കാരണം ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ആ ഒരു ഇതിൽ പോയി പീരീഡ്സ് ആയി, പിന്നെ പനിയൊക്കെ വന്ന് അങ്ങനെയൊക്കെയാണ് നിർത്തിയത്. അപ്പം നമുക്കിനി വീണ്ടും തുടങ്ങണം. ഒരുപാട് അങ്ങോട്ട് കൂട്ടുന്നില്ല. അപ്പം ഇന്ന് തൊട്ട് ഞാൻ എക്സസൈസ് ഇല്ല, പക്ഷെ ഡയറ്റ് മാത്രം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എൻ്റെ ഫുഡെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം മീൻ പൊള്ളിച്ചതുണ്ടല്ലോ, കരിമീൻ വെച്ചിട്ട് അത് ചെയ്യാൻ, അത് ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. അത് നാളെ ഞാൻ വെച്ചിരുന്ന് കഴിക്കും. പിന്നെ ഇതിപ്പോൾ നാരൂന് എനിക്കിത് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഇതിലൊന്നും വലിയ കാര്യമില്ല. എനിക്ക് ഫ്രൈഡ് ചിക്കനിലെ ഇത് വരത്തുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച കുറേ പേര് ചോദിച്ചു കേട്ടോ കമൻസിൽ. കുറേ പേരല്ല, 2-3 പേരൊക്കെ ചോദിച്ച് എവിടെയാണ് ഇനി അടുത്ത ഡയറ്റ് ഒന്നും ഇല്ലേന്ന്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും തുടങ്ങാം കേട്ടോ. കാരണം ഇപ്പം കുറച്ച് ഫുഡൊക്കെ കഴിച്ചോണ്ടേ ഞാൻ ആകെ മൊത്തത്തിൽ ഇപ്പോൾ വിശപ്പ് അധികം അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുക. അപ്പം നാളെ തൊട്ടൊക്കെ ഉടനെ ഡയറ്റ് തുടങ്ങി കഴിഞ്ഞാൽ വെയിറ്റ് നോക്കിയതും ഒരു എത്ര കൂടിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് ഒറ്റയടിക്കാണ് 2-3 കിലോ ഒക്കെ കൂടുന്നത്. അപ്പം വെയിറ്റ് നോക്കി എനിക്ക് എത്ര കഴിച്ചാലും കൂടത്തൂല്ല. നാരൂന് എത്ര കഴിച്ചാലും വെയിറ്റ് കൂടില്ല. എനിക്ക് എത്ര കഴിച്ചാലും, എനിക്ക് ഇച്ചിരി കഴിച്ചാലും 1 കിലോ ഒക്കെ നെക്സ്റ്റ് ഡേ കൂടുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വെയിറ്റ് നോക്കുന്നതും ഇല്ല. ഈ ഫുഡൊന്ന് കൺട്രോൾ ചെയ്തൊന്ന് വരട്ടെ ചെയ്തിരുത്തി, എന്നിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 6:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ഫുഡെല്ലാം കഴിഞ്ഞു കേട്ടോ. അറിയത്തില്ല ഇനി വിശക്കുവാണെങ്കിൽ രാത്രി എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കും കേട്ടോ. ഇങ്ങനത്തെ ഒന്നും അല്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചപ്പാത്തി വല്ലതും എടുത്ത് കഴിക്കും, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒന്ന് കഴിക്കും. എന്തായാലും തൽക്കാലത്തേക്ക് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇന്ന് ഫുഡ്, വേറെ ഒന്നുമില്ല. അപ്പം കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഇനി അടുത്ത നമുക്ക് സാധനമായിട്ട് കാണാം. ഞാനിവിടെ ഡയറ്റ് ആയാലും ഇവിടെ നാരൂനല്ലേ ഗോളടിച്ചിരിക്കുന്നത്, എല്ലാം തിന്ന് സമാധാനമായിട്ട് ഇരിക്കുക. നമ്മുടെ വിഷമം നമുക്കല്ലേ അറിയും. ഇതെന്താണോ മാറ്റി വെച്ചേക്കുന്നത്? അപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് തിന്നുന്നത്. അപ്പൊ തിന്നിട്ട് കേട്ടോ, പിന്നെ കാണാവേ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ കത്തിയടി അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഒന്ന് പുറത്തോട്ടൊക്കെ പോയതായിട്ട്. വെറുതെ എന്ന് വെച്ചാൽ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും. എനിക്കിങ്ങനെ ഒരു ആഴ്ചയൊന്നും പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തലേന്ന് വൈകിട്ട് എന്താണോ തോന്നുന്നത് അത് അടുത്ത ദിവസം വെക്കുക, അല്ലെങ്കിൽ എന്താണ് അപ്പോൾ തോന്നുന്നത് അങ്ങനെയൊക്കെ വെക്കാൻ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ സ്പെഷ്യൽ സംഭവമാണ് ഈ ഒരു കരിമീൻ പൊള്ളിച്ചത്. അപ്പം ഞാനിവിടെ ഒരു 3 മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ
ഇന്നും ഞാൻ കഴിക്കുന്നില്ല, ഒരെണ്ണം നാളെ ഞാൻ ചൂടാക്കിയിട്ട് അതായത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നാളെ ഒന്ന് ആവിയിട്ട് കഴിക്കത്തുള്ളൂ കേട്ടോ. കാരണം ഇന്നത്തെ ഫുഡ് ഞാൻ കഴിപ്പ് നിർത്തി കേട്ടോ. അപ്പോൾ ദേ ആ മീൻ ആദ്യം അരപ്പൊക്കെ പുരട്ടി അത് കഴിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതിൽ നാര് കൊണ്ടുവന്ന മീനിൽ വലുത് നോക്കിയിട്ടൊരു 3 മീനായിട്ടോ എടുത്തത്. കരിമീനൊക്കെ ഒരുപാട് വലുത് വാങ്ങരുത് കേട്ടോ. ഈ ഒരു മീഡിയം ടൈപ്പൊക്കെ ആകുമ്പോഴായിരിക്കും അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കേട്ടോ, ഒരുപാട് വലുതിനേക്കാളും ഇങ്ങനെയുള്ളത് വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ദേ അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ അതിൻ്റെ ഉള്ളിയൊക്കെ വരട്ടി അഴപ്പൊക്കെ ചേർത്ത് ഇനി ഇതിലൊന്ന് പറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ പറ്റിച്ചെടുക്കും ഇത് മൊത്തത്തിലൊന്ന്. ഈ അരപ്പുമായിട്ട് ചേർന്ന് മീൻ ഇതിലൊക്കെ ഒന്ന് പറ്റി സോഫ്റ്റായി കുതിർന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇത് വാഴയിലയിൽ വെച്ചിട്ട് ഞാൻ പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി. ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, പിന്നെ ഒരിക്കൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സംഭവം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വാഴയിലയിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പൊള്ളിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഓരോ മീൻ ഇതേപോലെ ഒരു 3 മീൻ 3 വാഴയിലയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതേ റെസിപ്പി ആയത് ഞാൻ കൂടുതലൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ അടുത്ത ആഴ്ചയിട്ട് വീണ്ടും നമ്മുടെ വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ വെയിറ്റ് എത്ര കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വലിയ രീതിയിൽ വലിച്ചു വാരി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നോട്ട് ചെറിയ ഡയറ്റാണ്, എക്സസൈസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.